ഞാൻ വേറൊരു വേലക്കാരിയാണെന്ന് എനിക്കറിയാം. അതുകൊണ്ട് തന്നെ നില മറക്കാനോ തല മറന്ന് എണ്ണ തേക്കാനോ കല്യാണിയില്ല. വേറെ ഒരു ജോലിക്കാരിയുടെ പരിധിക്കുള്ളിൽ കഴിഞ്ഞോളാം ഞാൻ. കണ്ടതൊക്കെയും വെറും സ്വപ്നങ്ങളാണെന്ന് കരുതി മറക്കാൻ ഞാൻ ഇല്ല. ഇനി മുതൽ വലിയ കുഞ്ഞിന് ഫോൺ ചെയ്യില്ല ഞാൻ. കല്യാണി ഇതുവരെ വിളിച്ചില്ലല്ലോ. അവൾക്കിത് എന്താ പറ്റിയേ? ഇനി ഇന്നലെ രാത്രി മുഴുവൻ ഉറങ്ങാതിരുന്നല്ലേ? ഉറങ്ങിപ്പോയതാവൂ. അങ്ങോട്ടൊന്ന് വിളിച്ചു നോക്കിയാലോ? കല്യാണി എന്താ ഫോൺ എടുക്കാത്ത? എന്തു പറ്റി കല്യാണിക്ക്? ഒന്നും അങ്ങോട്ട് മനസ്സിലാവുന്നില്ലല്ലോ. സ്വിച്ച് ഓഫ് ചെയ്തല്ലോ. ഈശ്വര, എനിക്കൊന്ന് സംസാരിക്കാൻ പോലും വിലക്കാണല്ലോ. വലിയ ഒന്നിനെ കാണാൻ കൊതിയാവുക. അച്ചു, നീ എന്താ ഇതൊരു ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കായിരുന്നത്? എന്തു പറ്റി? നീ എന്താ പെട്ടെന്ന് ഡള്ളായതുപോലെ? ഓ, ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചോന്നറിയാൻ നിന്റെ പ്രിയതമയുടെ വിളി വന്നില്ലായിരിക്കും. അല്ല, വിളിക്കാനുള്ള സമയമായല്ലോ. ഇങ്ങോട്ട് വന്നില്ലെങ്കിൽ നീ അങ്ങോട്ട് വിളിക്കുന്നേ. ഞാൻ അങ്ങോട്ട് വിളിച്ചു, പക്ഷെ അവള് മൊബൈൽ സ്വിച്ച് ഓഫ് ചെയ്ത് വെച്ചിരിക്കുക. കല്യാണി മൊബൈൽ സ്വിച്ച് ഓഫ് ചെയ്ത് വെച്ചിരിക്കുന്നു? ഏയ്, അതൊന്നും ആയിരിക്കില്ല. ഇന്നലെ രാത്രി മുഴുവൻ റെസ്റ്റ് ഇല്ലാതെ ഉപയോഗിച്ചതുകൊണ്ട് ഫോൺ സ്വയം സ്വിച്ച് ഓഫ് ആയതായിരിക്കും. ഇല്ല, കല്യാണി വിളിച്ചില്ലല്ലോ എന്ന് കരുതി ഞാൻ അങ്ങോട്ട് വിളിച്ചിരുന്നു. ഒരുപാട് പ്രാവശ്യം റിങ് ചെയ്തിട്ടും ആരും ഫോൺ എടുത്തില്ല. അവസാനം ഫോൺ സ്വിച്ച് ഓഫ് ചെയ്ത് വെച്ചു. അത് തീർച്ചയായിട്ടും ഞാനാണ് വിളിക്കുന്നതെന്ന് കണ്ട് മനഃപൂർവ്വം അവോയ്ഡ് ചെയ്യാൻ വേണ്ടി ചെയ്തതാ. അതെനിക്ക് ഉറപ്പാ. ഏയ്, അതൊരിക്കലും ആവില്ലെന്നേ. കല്യാണി ചിലപ്പോ അങ്ങനെ ഒരു സിറ്റുവേഷനിലായിരിക്കും നിൽക്കുന്നേ. നിരന്തരമായിട്ട് ഫോൺ വന്നോണ്ടിരിക്കുമ്പോ ആരും ശ്രദ്ധിക്കാതിരിക്കാൻ സ്വിച്ച് ഓഫ് ചെയ്തതാവാം. അതിനേ വഴിയുള്ളൂ. കുറച്ച് കഴിയുമ്പോ കല്യാണി ഇങ്ങോട്ട് വിളിക്കും. നീ പോയിപ്പോ ആഹാരം കഴിക്കേ. നോ, ഇനി എപ്പോഴായാലും
കല്യാണി വിളിച്ചിട്ടേ ഞാൻ ആഹാരം കഴിക്കൂ. അതെന്റെ തീരുമാനമാണ്. ഇല്ല, അത് കുഴപ്പമില്ല. ഞാൻ മെയിൽ ചെക്ക് ചെയ്തിട്ട് വിളിക്കാം. ഓക്കെ 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 ബൈ. സുബ്ബണ്ണനാണല്ലോ. ഹലോ സുബ്ബണ്ണ, എങ്ങനെയുണ്ട് മുംബൈ? പൊളിച്ചടക്കിയോ? ഹാപ്പി അല്ലേ? ആ, ഞാൻ ഹാപ്പി തന്നെ ഇവിടെ. പക്ഷേ നിന്റെ ബ്രോ എവിടെ ഹാപ്പി അല്ലാത്ത? ബ്രോ ഹാപ്പി അല്ലെന്നോ? ബ്രോക്ക് ഇതെന്ത് പറ്റി? എന്തു പറ്റാനാ, എല്ലാം പ്രണയക്കെടുതികളല്ലേ. പ്രളയക്കെടുതിയേക്കാൾ ഭയങ്കരമാണ് പ്രണയക്കെടുതികൾ. പ്രണയക്കെടുതിയോ? അതെന്താ സംഗതി? സുബ്ബണ്ണൻ കാര്യം പറ. പറയാം. 3 നേരവും കല്യാണി ഫോണിലൂടെ ആഹാരം കഴിച്ചോന്ന് വിളിച്ചു തിരക്കിയാലേ നിന്റെ ബ്രോ ആഹാരം കഴിക്കുള്ളൂന്ന് അവൾക്ക് വാക്കു കൊടുത്തിരിക്കുക. ഗ്രേറ്റ്, അത് പൊളിച്ച്. പൊളിക്കലും തകർക്കലും സംഭവമൊക്കെ കൊള്ളാം. പക്ഷേ ഇന്നിപ്പോ രാവിലെ കല്യാണി വിളിച്ച് വിശേഷം തിരക്കില്ല എന്ന് പറഞ്ഞ് നിന്റെ ബ്രോ ഉപവാസത്തിലെവിടെ? ഞാൻ പറഞ്ഞിട്ടൊന്നും അവൻ കേൾക്കുന്നേയില്ല. നീ കല്യാണി കണ്ട് ആനന്ദിനൊന്ന് വിളിക്കാൻ പറ പ്ലീസ്. ആ, ഇത്രേ ഉള്ളോ? ദേ ഇപ്പൊ തന്നെ ഞാൻ പോയി എന്റെ ഏട്ടത്തിയോട് ഏട്ടൻ അവിടെ പട്ടിണി കിടക്കാന്ന് പറയാം. ബ്രോയുടെ ഫോൺ അവിടെ അടുത്ത് തന്നെ വെച്ചേക്കാൻ പറ. ഇപ്പൊ വരും കല്യാണിദാസിന്റെ കോള് വിത്തിൻ നോ ടൈം. പെട്ടെന്നാവട്ടെ അരവിന്ദേ, ഞാനിവിടെ വെയിറ്റിംഗില്ല. ഫോൺ വെച്ചേക്ക്. ദേ 5 മിനിറ്റ് അതിനുള്ളിൽ ബ്രോയുടെ ഫോണിൽ കല്യാണിയുടെ കോള് വന്നിരിക്കും. ദേ ഇത് അരവിന്ദൻസ് പ്രോമിസാ. ഗ്രേറ്റ്, നടക്കട്ടെ അപ്പൊ. ശരി ശരി. എന്റെ കൃഷ്ണ, ആനന്ദ കൃഷ്ണ. കല്യാണി, ഏട്ടത്തി, ഏട്ടത്തി അമ്മേ. എന്റെ അമ്മേ, ആസറ്റ് ഇവിടെ ഉണ്ടായിരുന്നോ? അനിയൻ കുഞ്ഞോ? വാ കുഞ്ഞെ ഇരിക്ക്. മാഡം വിളിക്കാൻ പറഞ്ഞാണോ അല്ലേ? അമ്മ വിളിച്ചോണ്ടെല്ലാം പറഞ്ഞു. ദേ വരുന്നു കുഞ്ഞെ, ഒന്ന് യൂണിഫോം ഇടേണ്ട താമസം. 2 മിനിറ്റ്. അയ്യോ, അമ്മ വിളിക്കാൻ പറഞ്ഞതേ ദാസേട്ടനല്ല, കല്യാണിയാ. പെട്ടെന്ന് കൂട്ടിക്കൊണ്ടുവരാൻ പറഞ്ഞു. ഓ ആണോ? ആ ശരി ശരി. മോളെ ദൈവമേ. കല്യാണി എണീക്ക്, മാഡം വിളിക്കുന്നു. അനിയൻ കുഞ്ഞു വന്നിട്ടുണ്ട്. ആ കല്യാണി, അമ്മയതെ കൂട്ടിക്കൊണ്ട് ചെല്ലാൻ പറഞ്ഞു. ഉടൻ വരാൻ. ശരി അച്ഛാ, ഞാൻ പോയിട്ട് വരാം. പോയിട്ട് പോവാ മോളെ. ദാസേട്ടാ റെസ്റ്റ് എടുക്കണേ. എന്റെ ഏട്ടത്തി മുൻ നിന്നെ പറയട്ടെ. എന്തിനാ അനിയും കുഞ്ഞെ വെറുതെ എന്നെ ഇങ്ങനെ കളിയാക്കണേ? അവരവരവരുടെ നില മറന്ന വലിയ ആപത്താ. മാഡം എന്നെ അത് ഓർമ്മപ്പെടുത്തുകയും ചെയ്തു. നല്ലൊരു അടുക്കളക്കാരുടെ സ്ഥാനേ ഉള്ളൂ എനിക്ക് തൃച്ചംബരത്ത്. അതേ ഞാൻ ആഗ്രഹിക്കുന്നുള്ളൂ. എന്നെ ഇങ്ങനൊന്നും വിളിക്കരുത്. കല്യാണി, ഞാൻ കളിയാക്കി വിളിച്ചല്ല ഏട്ടത്തിന്ന്. ഞാനും ബ്രോയും അത് തീരുമാനിച്ച കാര്യം. ആ അതൊക്കെ പോട്ടെ. അല്ല, ബ്രോ ഫോൺ ചെയ്യുമ്പോ എടുക്കാതെ കല്യാണി എന്തിനാ ഫോൺ സ്വിച്ച് ഓഫ് ചെയ്ത് വെച്ചിരിക്കുന്നത്? ഓ, ഇനിയിപ്പോ അത് ഞാൻ എങ്ങനെ അറിഞ്ഞു എന്നായിരിക്കും. സുബ്ബണ്ണ വിളിച്ചു പറഞ്ഞതാ മുംബൈയിൽ നിന്ന്. എന്താ സത്യമല്ലേ കാര്യം? അതിനെക്കുറിച്ചൊന്നും അനിയും കുഞ്ഞ് എന്നോട് ചോദിക്കരുത്. മാഡം എന്തിനാ തിരക്കിയെന്ന് പറഞ്ഞാ മതി, അല്ലെങ്കിൽ ഞാൻ ചോദിച്ചോളാം. കല്യാണി നിക്ക് പ്ലീസ്. അമ്മ കല്യാണി തിരക്കിന്നൊക്കെ ഞാൻ വെറുതെ പറഞ്ഞ പച്ചക്കള്ളം. കള്ളോ? അനിയും കുഞ്ഞ് എന്തൊക്കെയാ പറയണേ? അതെ കല്യാണി, കല്യാണിയോട് ബ്രോയെ ഒന്ന് വിളിക്കാൻ പറയാനാ ഞാൻ ഔട്ട് ഹൗസിലേക്ക് വന്നത്. അവിടെ ദാസേട്ടനെ കണ്ടപ്പോ കല്യാണി ഒന്ന് മാറ്റി നിർത്തി ആ കാര്യം പറയാനാ അമ്മ തിരക്കുന്നൊന്ന് കള്ളം പറഞ്ഞു. ഒരു മിനിറ്റ്, ഏതായാലും പറയാൻ വന്നത് മുഴുവൻ കേട്ടിട്ട് പോ.
പ്ലീസ്. കല്യാണി ബ്രോയെ വിളിക്കാത്തോണ്ട് എന്റെ ബ്രോ ഇപ്പോഴും അവിടെ പട്ടിണി കിടക്കുക. സുബേണ് എത്ര നിർബന്ധിച്ചിട്ടും ബ്രോ കഴിക്കാൻ കൂട്ടാക്കുന്നില്ല എന്നാ പറഞ്ഞേ. അതുകൊണ്ട് ബ്രോയെ ഒന്ന് ഫോൺ വിളിച്ചേ. ആ വിശപ്പെങ്കിലും ഒന്ന് അടങ്ങട്ടെ പ്ലീസ്. അനിയൻ കുഞ്ഞ്, വേലക്കാരിയുടെ നിലമറന്ന് പെരുമാറരുതെന്ന് മാഡം പറഞ്ഞിരിക്കുന്നത്. അതാ ഞാൻ. കല്യാണി പ്ലീസ്, അതൊക്കെ അവിടെ നിൽക്കട്ടെ. ദേ ആദ്യം എന്റെ ബ്രോയുടെ പട്ടിണിക്ക് ഒരു പരിഹാരം കണ്ടെത്ത്. ദേ എന്റെ കൂടപ്പുറപ്പ് ദൂരെ ഒരു നാട്ടിൽ പട്ടിണി കിടക്കുമ്പോ എനിക്ക് നോവും. അതാ ഇപ്പൊ എന്തായാലും കല്യാണം ഒന്ന് ഫോൺ വിളിക്കും പ്ലീസ്. അല്ലെങ്കിൽ വേണ്ട, ഞാൻ തന്നെ വിളിച്ചുതരാം. പറയരുത്. ആ ബ്രോ ഒരു നിമിഷം, ഞാൻ കല്യാണിക്ക് ഫോൺ കൊടുക്കാം. സംസാരിക്കല്യാണി. കല്യാണി സംസാരിച്ചാൽ ബ്രോ എന്തെങ്കിലും കഴിക്കൂ. വാങ്ങിച്ച് സംസാരിക്കൂ കല്യാണി പ്ലീസ്. ഹലോ വലിയ. വേണ്ട, ആരുടെ നിർബന്ധത്തിന് വഴങ്ങി ബുദ്ധിമുട്ടി നീ എന്നെ വിളിക്കണമെന്നില്ല. അല്ലാതെ മനസ്സുകൊണ്ട് എപ്പോഴെങ്കിലും വിളിക്കണമെന്ന് തോന്നുകയാണെങ്കിൽ മാത്രം ഞാൻ തന്ന മൊബൈലിൽ നിന്ന് നീ എന്നെ വിളിച്ചാൽ മതി. ധൃതി വേണ്ട, പക്ഷേ അതുവരെ ഞാനൊരു തുള്ളി വെള്ളം പോലും കുടിക്കില്ല. അത്രേ ഉള്ളൂ. ബ്രോ എന്താ പറഞ്ഞേ? ഞാൻ സോമനസാലെ വലിയ കുഞ്ഞ് വാങ്ങിത്തന്ന ഫോണിന്ന് വിളിച്ചാലേ ആഹാരം കഴിക്കുള്ളൂ. മാഡം. ആ ദാസേട്ടാ, അമ്പലത്തിൽ പോണം ദാസേട്ടാ. വണ്ടി എടുക്ക്. ശരി മാഡം. ആ ദാസേട്ടാ, കല്യാണി എവിടെ? കണ്ടില്ലല്ലോ. മാഡം വിളിക്കുന്നു പറഞ്ഞ് അനിയ കുഞ്ഞ് ഇപ്പൊ അവളെയും കൂട്ടിക്ക് പോകുന്നതാണല്ലോ. ഔട്ട് ഹൗസിൽ വന്ന് ഞാൻ വിളിച്ചു എന്നും പറഞ്ഞ് കല്യാണി അരവിന്ദ് വിളിച്ചോണ്ട് പോയിരുന്നു. അതെ മാഡം. ആഹാ, അത് കൊള്ളാലോ. ഞാൻ ചോദിക്കട്ടെ, അരവിന്ദ് അരവിന്ദ് ആ സേവ്യർ മാഡം. അരവിന്ദ് എവിടെ? അപ്പുറത്ത് നിന്ന് ഫോൺ ചെയ്യുന്നു മാഡം. ഇങ്ങോട്ട് വിളിക്ക്. ശരി മാഡം. അല്ല, അവൻ എന്നെ വിളിച്ചല്ലോ, എനിക്ക് കിട്ടിയില്ല. എന്തായാലും നമ്മുടെ പിള്ളേരോടൊക്കെ പറ. കുഞ്ഞേ, ആ മാഡം വിളിക്കുന്നു. ആണോ? എടാ ഞാൻ വിളിക്കേ. ഓക്കെ. എന്താ അമ്മ വിളിച്ചേ? ആ, നീ ഔട്ട് ഹൗസിൽ നിന്ന് കല്യാണിയെ ഞാൻ വിളിക്കുന്നു എന്ന് പറഞ്ഞ് വിളിച്ചോണ്ട് പോയായിരുന്നു. അയ്യോ, അതമ്മേ. അതിന് ഞാൻ നിന്നോട് കല്യാണിയെ വിളിക്കാൻ പറഞ്ഞില്ലല്ലോ. പിന്നെന്തിനാ നീ ഔട്ട് ഹൗസിൽ പോയി കല്യാണിയെ കള്ളം പറഞ്ഞ് വിളിച്ചോണ്ട് പോയത്? അരവിന്ദ്, ഞാൻ ചോദിച്ചത് കേട്ടില്ലേ? നീ എന്തിനാ കള്ളം പറഞ്ഞ് കല്യാണിയെ ഔട്ട് ഹൗസിൽ നിന്ന് വിളിച്ചോണ്ട് പോയതെന്ന്? അതമ്മേ, കല്യാണി സങ്കടപ്പെട്ടിരിക്കുന്നത് കണ്ടപ്പോഴേ ഒരു സമാധാനം കിട്ടുമെന്ന് കരുതിയിട്ടാ അമ്മ വിളിക്കുന്നത് കള്ളം പറഞ്ഞു വിളിച്ചത്. അമ്മയെ കാണുമ്പോ കല്യാണിയുടെ മനസ്സിൽ അല്പം സമാധാനം കിട്ടുമല്ലോ എന്ന് കരുതി വിളിച്ചതാ. അതാണ് സത്യം. ഓ, അതാണോ കാര്യം? ആ, ശരിയാ. ഞാൻ വഴക്ക് പറഞ്ഞതോർത്ത് സങ്കടപ്പെട്ടതായിരിക്കുള്ളൂ. അയ്യോ. അല്ല, എന്നിട്ട് അവൾ എന്നെ വന്ന് കണ്ടില്ലല്ലോ. അമ്മയെ കാണാൻ വന്നിട്ട് കണ്ടില്ലേ?
ഇവിടെ വരെ വന്നാണല്ലോ കല്യാണി. ഷടാ. ഇല്ല, എന്നെ കണ്ടില്ല. ആണോ? ആ ദാസേട്ടാ, അവള് കിച്ചണിലോ മറ്റോ ഉണ്ടോന്ന് നോക്ക്. ശരി മാഡം. ദൈവമേ. എനിക്കറിയാം ഞാൻ ചെയ്യുന്നത് വലിയ കുഞ്ഞിനെ വേദനിപ്പിക്കുന്നു. ഇടയ്ക്കിടയ്ക്ക് ഇത് തന്നെ ഞാൻ ചെയ്യുന്നതെന്നും അറിയാം. അതെനിക്ക് വേറെ മാർഗം ഇല്ലഞ്ഞിട്ടാ. അല്ലെങ്കിൽ നീ തന്നെ പറ, നേടുന്ന വിശ്വാസം മനസ്സിലുണ്ടെങ്കിലല്ലേ മോഹിക്കുന്നതിൽ അർത്ഥമുള്ളൂ. ഈ ബന്ധം നടക്കില്ല. അത് വലിയ കുഞ്ഞ് ഒരു തരത്തിലും മനസ്സിലാക്കാത്തോണ്ട്. എനിക്കറിയാം വലിയ കുഞ്ഞിനെ പോലെ ഒരാളിന്റെ മനസ്സിൽ എനിക്ക് സ്ഥാനം കിട്ടിയത് മഹാഭാഗ്യ. പക്ഷെ എന്നെ പോലൊരു വേലക്കാരി പെണ്ണിനെ വലിയ കുഞ്ഞ് ഇഷ്ടപ്പെടുന്നു എന്നറിഞ്ഞ അത് അഖില മാഡത്തിന് സഹിക്കില്ല. അതുകൊണ്ട് എന്റെ സ്വപ്നങ്ങൾ ആരംഭിക്കുന്നിടത്ത് അഖില മാഡത്തിന്റെ സ്വപ്നങ്ങൾ അസ്തമിക്കാൻ പാടില്ല. ഞാൻ സമ്മതിക്കില്ല അതിന്, ഒരിക്കലും സമ്മതിക്കില്ല. നീയെങ്കിലും അതൊന്നും മനസ്സിലാക്ക്. ദേവി, ഞാൻ പറഞ്ഞതൊക്കെ മാഡം കേട്ടിട്ടുണ്ടാവോ? എന്താ കല്യാണി ഇത്? നീ സങ്കടപ്പെട്ടിരിക്കുകയായിരുന്നോ? അപ്പോ എനിക്ക് നിന്നെ വഴക്ക് പറയാനുള്ള അധികാരം പോലും ഇല്ലെന്നാണോ? മാഡത്തിന് എന്നെ എന്ത് വേണമെങ്കിലും പറയാനുള്ള അധികാരമുണ്ട്. നോക്ക് കല്യാണി, ഞാൻ നിന്നെ ശകാരിക്കുന്നത് നിന്നോടുള്ള വെറുപ്പ് കൊണ്ടല്ല, മറിച്ച് കൂടുതൽ കൊണ്ടാ. എന്റെ ആരോ ആണെന്ന് തോന്നുന്നത് കൊണ്ടാ. ഇനിയെങ്കിലും അത് നീ മനസ്സിലാക്കണം. എന്നോടും ഈ കുടുംബത്തോടും നിനക്ക് എത്രത്തോളം കൂറും വിശ്വാസവും ഉണ്ടെന്ന് എനിക്ക് നന്നായിട്ടറിയാം. അങ്ങനെയുള്ള നിന്നെ വേറെ ആരും ഒന്നും പറയുന്നത് എനിക്ക് സഹിക്കില്ല. അതാ ഞാൻ തന്നെ പറയുന്നത്. അത് മനസ്സിലാക്കാതെ ഇങ്ങനെ വന്നിരുന്ന് സങ്കടപ്പെടാൻ പാടില്ല. എന്റെ മനസ്സിനകത്ത് എന്നും നിനക്കൊരു സ്ഥാനമുണ്ട്. ഇനിയെങ്കിലും നീ അത് മനസ്സിലാക്കണം. ആശ്വാസായി. ഇനി വീട്ടിൽ ചെന്ന മൊബൈൽ ഓണാക്കി വലിയ കുഞ്ഞിനെ വിളിച്ച് ആഹാരം കഴിക്കാൻ പറയണം. അല്ലെങ്കിൽ അത് വലിയ കഷ്ടാവും. നീ എന്തായി ആലോചിക്കുന്നത്? ദേ, ഞാൻ അമ്പലത്തിലേക്ക് പോവാ. നീയും കൂടെ വരണം. വാ. അയ്യോ മാഡം, ഞാൻ അത് എന്ത് ഞാൻ അതെന്ന്? അകത്ത് വല്ല ജോലിയും ബാക്കിയുണ്ടെങ്കിൽ അതവിടെ കിടക്കട്ടെ. നീ വന്നേ, നമുക്ക് അമ്പലത്തിൽ പോയിട്ട് വരാം. ദാസേട്ട വണ്ടി എടുക്ക്, അമ്പലത്തിലേക്ക്. ശരി മേഡം. അനികുഞ്ഞ്, വലിയ കുഞ്ഞിനെ ഫോൺ ചെയ്ത് ഒന്ന് ആഹാരം കഴിക്കാൻ പറയൂ. ഞാൻ വിളിച്ചിട്ടൊന്നും കാര്യമില്ല. അതെന്തായാലും കല്യാണി വിളിച്ചേ പറ്റൂ. നീ വിളിച്ചേ പറ്റൂ. അനികുഞ്ഞ്. കല്യാണി വാ. ഒന്ന് പറയണേ. ദാസേട്ടാ, മാഡം. വണ്ടി ഒന്ന് ഒതുക്കിയിട്. ഞാൻ കുറച്ചു നേരം ജപിച്ചിട്ടേ തിരിച്ചു വരൂ. ശരി മാഡം. കല്യാണി വരൂ.
ദേവി, മഹാമായ, എന്റെ വലിയ കുഞ്ഞൊന്നും കഴിക്കാതിരിക്കുക. അന്യനാട്ടിൽ എങ്ങനെയെങ്കിലും എനിക്ക് എന്റെ വലിയ കുഞ്ഞിനെ ഫോൺ ചെയ്തേ പറ്റൂ. നീ തന്നെ ഒരു വഴി കാട്ടണേ അമ്മേ. കല്യാണി, മാഡം, കുറച്ചു നേരം എനിക്കിവിടെ ഇരുന്ന് ജപിച്ച് പ്രാർത്ഥിക്കണം. നീ മൊബൈൽ കയ്യിൽ വെച്ചു.